പത്തനാപുരത്തെ ആളുകളുടെ മുമ്പിൽ എന്നെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. പത്തനാപുരത്തെ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതിൽ അഭിമാനമുണ്ട്. അതിനേക്കാളെല്ലാം ഉപരിയായി ഇന്ത്യയിലെ കർഷക സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർഷക സമരങ്ങൾക്ക് 500-ലധികം ഇന്ത്യയിലെ കർഷക സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംയുക്ത കിസാൻ മോർച്ച എന്ന സംവിധാനം തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ കർഷക സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ സഖാവ് ബിജു കൃഷ്ണൻ പങ്കെടുക്കുന്ന ഈ സദസ്സിലാണ് ഈ ചുമതലകൾ ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്നത് എന്നുള്ളതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഈ ചുമതലകൾ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കേരള കർഷക സംഘം കൊല്ലം ജില്ലാ പ്രസിഡന്റ് സഖാവ് VK അനിരുദ്ധൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന AKSന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ബിജു കൃഷ്ണൻ, ഇവിടെ പങ്കെടുക്കുന്ന കേരള കർഷക സംഘത്തിൻ്റെയും CPIMന്റെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, കേരള കർഷക സംഘം കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കുന്ന കർഷക വിരുദ്ധ സമരങ്ങൾക്കെതിരായി ഉജ്ജ്വലമായ സമരങ്ങളും പോരാട്ടങ്ങളും നടത്തുന്ന സംഘടനയാണ് അഖിലേന്ത്യാ കിസാൻ സഭയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേരള കർഷക സംഘവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം under the NREGA, 200 days of work would be given, loans, crop loans at less income, and if crop loss is there, there would be insurance given to the farmers. Along with that, water would be reached to all farmers. This was the promise of the Narendra Modi government, and he also